സൂഫി മന്തിയും നെഹദി മന്തിയും ഒരൊറ്റ കമ്പനിയാണോ? നമ്മുടെ സൂഫി മന്തിയും നെഹദി മന്തിയും ഇത് രണ്ടും രണ്ട് തരത്തിലുള്ള അനുഭവങ്ങൾ നൽകുന്ന രണ്ട് കടകളാണെങ്കിലും ഈ രണ്ട് പ്രശസ്തമായ മന്തി കടകളും ഒരേ കമ്പനിയുടെ കീഴിലാണെന്ന് എത്ര പേർക്കറിയാം? അതെ, ഒരൊറ്റ കമ്പനിയാണ് ഈ രണ്ട് ബ്രാൻഡുകൾക്കും പിന്നിൽ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനായിരിക്കും ഇങ്ങനെ എന്ന്. ഒരു കട നന്നായി നടന്നു പോകുമ്പോൾ വേറൊരു പേരിൽ അടുത്ത കട തുടങ്ങേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഉണ്ട്. ഇവിടെയാണ് ബിസിനസ് ലോകത്തെ ഏറ്റവും മികച്ച തന്ത്രങ്ങളിൽ ഒന്നായ മൾട്ടി ബ്രാൻഡിങ്ങിന്റെ പ്രസക്തി. പേര് കേട്ട് പേടിക്കേണ്ട, സംഭവം സിമ്പിളാണ്. ഒരേ കമ്പനി പക്ഷെ പല പേരുകളിൽ തങ്ങളുടെ പ്രോഡക്റ്റുകളും സർവീസുകളും ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ സൂഫി മന്തി, നെഹദി മന്തി ഇതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്. എന്തിനാണ് കമ്പനികൾ ഇങ്ങനെ ചെയ്യുന്നത്? 3 പ്രധാന കാരണങ്ങളുണ്ട്. അത് ഞാൻ പറയാം. ആദ്യം തന്നെ കസ്റ്റമർ സൈക്കോളജി, അതായത് കസ്റ്റമേഴ്സിന്റെ മനസ്സിനെ കുറിച്ചാണ്. ഓരോ ആളുകളുടെയും ഇഷ്ടങ്ങളും ആവശ്യങ്ങളും ഒക്കെ വ്യത്യസ്തമായിരിക്കും. ചിലർക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ഭക്ഷണമായിരിക്കാം ഇഷ്ടം, ഒരു പ്രത്യേക തരത്തിലുള്ള റെസ്റ്റോറൻറ്റുകളായിരിക്കും ചിലർക്ക് ഇഷ്ടം, ചിലർക്ക് എക്സ്പീരിയൻസ് ആയിരിക്കും ഇഷ്ടം, അതേസമയം മറ്റു ചിലർക്ക് വേറൊരു ടേസ്റ്റ് ആയിരിക്കാം. സൂഫി മന്തി ആളുകൾക്ക് ഒരു പ്രീമിയം എക്സ്പീരിയൻസ് കൊടുക്കുമ്പോൾ നെഹദി മന്തി മറ്റൊരു വിഭാഗത്തെ ആയിരിക്കും ആകർഷിക്കുന്നത്. അതുപോലെ തന്നെ ഒരാൾക്ക് ഒരു ബ്രാൻഡിനോട് പ്രത്യേക ഇഷ്ടം തോന്നുമ്പോൾ മറ്റൊരാൾക്ക് മറ്റൊരു ബ്രാൻഡിനോടായിരിക്കും താല്പര്യം. ഒരേ കമ്പനി പല ബ്രാൻഡുകൾ ഇറക്കുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് എത്താനും അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഉൽപ്പന്നങ്ങൾ നൽകാനും ആ കമ്പനിക്ക് സാധിക്കും. ഇതൊരു വല വീശി മീൻ പിടിക്കുന്ന പോലെയാണ്. വലിയ വലയിൽ കൂടുതൽ മീൻ കിട്ടുന്ന പോലെ തന്നെ കൂടുതൽ ബ്രാൻഡുകൾ ഉള്ളപ്പോൾ കൂടുതൽ കസ്റ്റമേഴ്സിനെ പിടിക്കാനായിട്ട് പറ്റും. രണ്ടാമതായി റിസ്ക് മാനേജ്മെന്റ്. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ലാഭം പോലെ തന്നെ പ്രധാനമാണ് നഷ്ടം വരാതെ നോക്കുക എന്നുള്ളത്. സപ്പോസ് ഒരു ബ്രാൻഡ് മാർക്കറ്റിൽ വിജയിച്ചില്ലെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ കമ്പനിക്ക് വേറെയും ബ്രാൻഡുകൾ ഉണ്ടെങ്കിൽ ഒരു ബ്രാൻഡ് പരാജയപ്പെട്ടാലും മറ്റ് ബ്രാൻഡുകൾ വഴി മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ലോസ് കുറയ്ക്കാനും ഒരു തന്ത്രം കൂടിയാണ് ഈ പറയുന്ന മൾട്ടി ബ്രാൻഡിങ് എന്ന് പറയുന്നത്. മൂന്നാമതായി മാർക്കറ്റ് ഡോമിനേഷൻ ആണ്. ഒരു കമ്പനിക്ക് മാർക്കറ്റിൽ അതിൻ്റെതായ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ആസ്പെക്റ്റ് ആണത്. നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സോപ്പ്, ഷാമ്പു, ബിസ്ക്കറ്റ്, കൂൾ ഡ്രിങ്ക്സ് അങ്ങനെ ഏത് സാധനം അന്വേഷിച്ചാലും പലതരം ബ്രാൻഡുകൾ ഉണ്ടാവും. എന്നാൽ പലപ്പോഴും ഈ ബ്രാൻഡുകളെല്ലാം ഒരേ കമ്പനിയുടെ കീഴിലായിരിക്കും. ഉദാഹരണത്തിന് ഹിന്ദുസ്ഥാൻ യൂണിലെവർ ലിമിറ്റഡ്, അവർക്ക് ലൈഫ് ബോയ്, ലെക്സ്, ഡെറ്റോൾ അങ്ങനെ എത്ര ബ്രാൻഡുകളുണ്ട്. ഒരേ വിഭാഗത്തിൽ പല ബ്രാൻഡുകൾ ഇറക്കുമ്പോൾ എതിരാളികൾക്ക് മാർക്കറ്റിൽ ഇടം കിട്ടാൻ പ്രയാസമാവും. അതാണ് മാർക്കറ്റ് ഡോമിനേഷൻ. നമ്മൾ എവിടെ തിരിഞ്ഞാലും അവരുടെ ഉൽപ്പന്നങ്ങളായിരിക്കും. മൾട്ടി ബ്രാൻഡിങ് എന്നത് ഒരു ചെറിയ കാര്യമല്ല. അതിന് പിന്നിൽ ശക്തമായിട്ടുള്ളൊരു ബിസിനസ് തന്ത്രമുണ്ട്. ഉപഭോക്താക്കളെ ആകർഷിക്കുക, നഷ്ടസാധ്യത കുറയ്ക്കുക, വിപണിയിൽ മുന്നിട്ട് നിൽക്കുക, അങ്ങനെ പലതും. ഇതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഒരേ ടൈപ്പ് ഉൽപ്പന്നങ്ങൾ പല പേരുകളിൽ കാണുന്നത്. ഓരോ ബ്രാൻഡിനും അതിൻ്റെതായ ഒരു സ്ഥാനവും ലക്ഷ്യമൊക്കെ ഉണ്ട്. അടുത്ത തവണ നിങ്ങളൊരു കടയിൽ പോകുമ്പോൾ ഇത് ഏത് കമ്പനിയുടെ ആയിരിക്കും എന്നൊരു സംശയം തോന്നി ഓർക്കുക. അതിന് പിന്നിലും ഒരുപക്ഷെ ഈ മൾട്ടി ബ്രാൻഡിങ് തന്ത്രം ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. ഇത്തരം ബിസിനസ് തന്ത്രങ്ങളെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യും.